by the power of Grayskull. 80കളിലും 90കളിലും വളർന്ന മലയാളികൾക്ക് ഹീമാൻ വെറുമൊരു കാർട്ടൂണായിരുന്നില്ല, അതൊരു വികാരമായിരുന്നു. ബൈ ദ പവർ ഓഫ് ഗ്രേസ്കൾ എന്ന ഡയലോഗും ആ മാന്ത്രിക വാളും ഇന്നും നമ്മുടെ ഓർമ്മകളിൽ മുഴങ്ങുന്നുണ്ടാകും. ഹീമാൻ യഥാർത്ഥത്തിൽ ഒരു TV ഷോ ആയിട്ടല്ല ജനിച്ചത്, മറിച്ച് മെറ്റൈൽ എന്ന ടോയ് കമ്പനിയുടെ കളിപ്പാട്ടങ്ങൾ വിറ്റഴിക്കാൻ വേണ്ടി നിർമ്മിച്ച ഒരു ദീർഘമേറിയ പരസ്യം മാത്രമായിരുന്നു അത്. സാധാരണയായി ഒരു സിനിമയോ കാർട്ടൂണോ ഹിറ്റാകുമ്പോഴാണ് അതിന്റെ കളിപ്പാട്ടങ്ങൾ വിപണിയിൽ ഇറങ്ങാറുള്ളത്. എന്നാൽ ഹീമാന്റെ കാര്യത്തിൽ ഇത് തിരിച്ചായിരുന്നു. മറ്റെയിൽ എന്ന കമ്പനി സ്റ്റാർ വാർസ് കളിപ്പാട്ടങ്ങളുടെ അവകാശം വേണ്ടെന്ന് വെച്ചത് വലിയൊരു നഷ്ടമായിരുന്നു. അത് പരിഹരിക്കാൻ അവർ സ്വന്തമായി ഒരു ആക്ഷൻ ഫിഗർ ലൈൻ നിർമ്മിക്കാൻ തീരുമാനിച്ചു. അങ്ങനെയാണ് ഹീമാൻ ജനിക്കുന്നത്. കുട്ടികൾക്ക് ഈ കളിപ്പാട്ടങ്ങളോട് താൽപര്യം തോന്നാൻ അവർക്കൊരു ബാക്ക് സ്റ്റോറി വേണമെന്ന് മറ്റെയിൽ തിരിച്ചറിഞ്ഞു. ഇതിനായി അവരൊരു കാർട്ടൂൺ സീരീസ് നിർമ്മിക്കാൻ ഫിൽമേഷൻ എന്ന സ്റ്റുഡിയോയെ ഏൽപ്പിച്ചു. 1980കളുടെ പകുതിയോടെ ഹീമാൻ ഒരു ആഗോള പ്രതിഭാസമായി മാറി. 1986 ആയപ്പോഴേക്കും ഹീമാൻ ടോയ് ലൈൻ ഏകദേശം $400 മില്യൺ മുകളിൽ വരുമാനം നേടി. ഒരു കളിപ്പാട്ട കമ്പനിയെ സംബന്ധിച്ചിടത്തോളം അക്കാലത്ത് ഇത് ഊഹിക്കാവുന്നതിലും അപ്പുറമായിരുന്നു. ആഴ്ചയിൽ 5 ദിവസവും ടിവിയിൽ കാർട്ടൂൺ സംപ്രേക്ഷണം ചെയ്തത് കുട്ടികളെ ഈ കളിപ്പാട്ടങ്ങൾ വാങ്ങാൻ പ്രേരിപ്പിച്ചു. അതുകൊണ്ടുതന്നെ ചരിത്രകാരന്മാർ ഇതിനെ ദ ലോംഗസ്റ്റ് കമേഴ്ഷ്യൽ ഇൻ ഹിസ്റ്ററി എന്ന് വിളിക്കുന്നു. ഹീമാൻ കേവലമൊരു പരസ്യം എന്നതിലുപരി ടെലിവിഷൻ ചരിത്രത്തിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവന്നു. അമേരിക്കയിൽ കുട്ടികളുടെ പ്രോഗ്രാമുകളിൽ കളിപ്പാട്ടങ്ങളുടെ പരസ്യം നേരിട്ട് കാണിക്കുന്നതിനു മുൻപ് കർശന നിയന്ത്രണങ്ങളുണ്ടായിരുന്നു. എന്നാൽ 80കളിൽ റീഗൺ ഭരണകൂടം ഈ നിയമങ്ങളിൽ ഇളവ് വരുത്തിയത് ഹീമാനെ പോലുള്ള പ്രോഗ്രാം ലെങ്ത് കമേഴ്ഷ്യലുകൾ വരാൻ കാരണമായി. ഓരോ എപ്പിസോഡിന്റെയും അവസാനം ഹീമാൻ നൽകുന്ന ഒരു ഗുണപാഠമുണ്ടാകും. ഇത് കാർട്ടൂൺ വെറും അക്രമം മാത്രമല്ല, കുട്ടികളെ നല്ല കാര്യങ്ങൾ പഠിപ്പിക്കുന്നുണ്ട് എന്ന് രക്ഷിതാക്കളെ ബോധ്യപ്പെടുത്താനുള്ള ഒരു തന്ത്രം കൂടിയായിരുന്നു. ഹീമാന്റെ കയ്യിലുള്ള പവർ സ്വോർഡ് യഥാർത്ഥത്തിൽ 2 കഷണങ്ങളായിട്ടാണ് ആദ്യം കളിപ്പാട്ടമായി ഇറങ്ങിയത്. ഹീമാന്റെ കയ്യിലുള്ള ഒരു പകുതിയും വില്ലനായ സ്കെലറ്റോറിന്റെ കയ്യിലുള്ള മറ്റൊരു പകുതിയും ചേർത്ത് വെച്ചാലേ ഗ്രേസ്കൾ കോട്ടയുടെ വാതിൽ തുറക്കാൻ കഴിയൂ എന്നതായിരുന്നു ആദ്യത്തെ സങ്കല്പം. കാർട്ടൂൺ നിർമ്മാണത്തിനുള്ള ചിലവ് കുറയ്ക്കാൻ പല ആനിമേഷൻ ലൂപ്പുകൾ വീണ്ടും വീണ്ടും ഉപയോഗിക്കുമായിരുന്നു. ഹീമാൻ ഓടുന്നതും വാളുയർത്തുന്നതുമായ ഒരേ സീൻ തന്നെ പല എപ്പിസോഡുകളിലും കാണാൻ സാധിക്കുന്നത് ഇതുകൊണ്ടാണ്. ഒരു കളിപ്പാട്ടം വിൽക്കാൻ വേണ്ടി തുടങ്ങിയ ഒരു ചെറിയ ഐഡിയ ഇന്നും ലോകമെമ്പാടുമുള്ള ലക്ഷക്കണക്കിന് ആളുകളുടെ ബാല്യകാല സ്മരണയായി നിലനിൽക്കുന്നു എന്നത് അത്ഭുതകരമാണ്.